നമ്മുടെ എല്ലാം പ്രിയങ്കരൻ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ MD മിസ്റ്റർ പ്രവീൺ ചന്ദന്റെ വാക്കുകൾ. നമ്പർ 1, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജോലിയില്ലാതിരിക്കുന്ന എല്ലാവർക്കും ജോലി. നമ്മുടെ നാട്ടിൽ ഒരുപാട് ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കുന്നു. എന്നാൽ ആർക്കും വേണ്ടത്ര അളവിലുള്ള ജോലി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും വെറും ജോലി മാത്രമല്ല, അവരെ ലക്ഷാധിപതികളാക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം എന്ന് ഞാൻ വാക്കുകൊടുക്കുകയാണ്. ഞാനും നിങ്ങളും ഒന്നിച്ചിരുന്നാൽ നമ്മുടെ നാട്ടിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. എന്തിന് നമ്മൾ MI ലിസ്റ്റിൽ മാർക്കറ്റിംഗ് ചെയ്യണം? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുള്ള മാനേജ്മെന്റ് MI ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ ബുധനാഴ്ചയിലും നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമാനം വന്നിരിക്കും. അടുത്ത കാരണം എന്ന് പറയുന്നത് ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനീസുകൾ ഉണ്ടാവും. എന്നാൽ MI ലിസ്റ്റിൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഒരു തീരുമാനം എടുത്തെന്നാൽ അത് MI മാനേജ്മെന്റിലെ ടോപ്പ് ലീഡേഴ്സ് ആയിട്ടുള്ള ITC ലീഡേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ ന്യായവും നമ്മുടെ ന്യായവും എല്ലാം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനം എടുക്കുക. അത് തന്നെയുമല്ല, കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ തീരുമാനം കേൾക്കാതെ ഒരു തീരുമാനവും MI മാനേജ്മെന്റ് എടുക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ പിന്നിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കേണ്ട. നാളെ ഒരു ദിവസം മുബിൻ സർ പോലെയുള്ള ആളുകളെ പോലെ നിങ്ങളും മുന്നിൽ വന്നിട്ട് തീരുമാനം നിങ്ങൾക്കും പറയുവാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് ബെസ്റ്റ് പ്രോഡക്റ്റ്. ഇന്ത്യയിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുപോലെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള നല്ല പ്രോഡക്റ്റ് നമുക്കാണ് ഉള്ളത്. നമ്മുടെ അടുത്തുള്ള മാതിരിയുള്ള പ്രോഡക്റ്റ് വേറെ ആരുടെ അടുത്തും ഇല്ല. അടുത്തതായിട്ട് ബെസ്റ്റ് ലീഡേഴ്സ്. MI മാനേജ്മെന്റിലിരിക്കുന്ന ലീഡേഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സാണ്. ഒരു 5 വർഷം കൂടെ കഴിഞ്ഞ് നോക്കൂ, ഇപ്പോൾ ഇരിക്കുന്ന ലീഡേഴ്സ് എല്ലാവരും സ്വന്തമായിട്ട് തന്നെ ഒരു എയ്റോപ്ലെയിൻ മേടിക്കത്തക്ക രീതിയിലേക്ക് മാറും തീർച്ച. നാലാമത്തെ പോയിന്റ്, PV അശോകൻ സാറിനെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അശോകൻ സാർ ഉണ്ടായിരുന്നപ്പോൾ എവരി വീക്ക് ഇൻകം 2,10,000 ആയിരുന്നെങ്കിൽ അശോകൻ സാർ ഇന്ന് നമ്മളെ വിട്ടു പോയതിനു ശേഷം ആ വീട്ടിലെ ഒരാഴ്ചത്തെ വരുമാനം എന്ന് പറയുന്നത് 20 ലക്ഷത്തിന് മുകളിൽ. ഇങ്ങനെയുള്ള ഒരു കമ്പനിയും ഇനി നിങ്ങൾക്ക് MI ലൈഫ് സ്റ്റൈൽ അല്ലാതെ കാണാൻ സാധിക്കത്തില്ല. അടുത്തതായിട്ട് ഒരു ബിസിനസ് നമ്മൾ നല്ല രീതിയിൽ നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അതിന് പഠിപ്പ് വേണം. അതിനു വേണ്ടിയിട്ട് ഹാർവെസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ വിങ്ങും ഇവിടെ പ്രവർത്തിക്കുന്നു. അവർക്കെല്ലാവർക്കും സാധിക്കും. എന്നാൽ എനിക്ക് ഇത് പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു വീട്ടിലെ ഒരു വീട്ടമ്മയ്ക്ക് ഈ ഒരു ചോദ്യം ചോദിച്ചെന്നാൽ ഗുജറാത്തിൽ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ നീളുന്ന ലേഡീസ് നിരകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു എഞ്ചിനീയർക്ക് ഈ ഒരു ബിസിനസ്സിൽ വന്നാൽ വിജയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചെന്നാലും അതിനും ഒരുപാട് പടികളായിട്ട് ഒരുപാട് ആളുകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊരു ഫീൽഡ് നോക്കിയാലും എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന മേഖലയാണെന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ടാണ് MI ലിസ്റ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന കൃഷിപ്പണിക്കാർ, ഡ്രൈവർമാർ, വാച്ച്മാൻമാർ തുടങ്ങി എല്ലാ മേഖലയിലും ഉള്ള ആളുകൾ ഇന്ന് ഈ രംഗത്ത് വിജയപതാക തീർത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റൊരു ഉത്തരവേ ഉള്ളൂ. അത് മിസ്റ്റർ പ്രവീൺ ജെ ചന്ദൻ്റെ കൂടെയാണെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിൽ വിജയിച്ചിരിക്കും എന്നുള്ളൊരു ഒറ്റ തീരുമാനം മാത്രം. എങ്ങനെ MI ലിസ്റ്റിൽ വിജയിക്കാൻ സാധിക്കും? അതിന് കുറച്ച് ക്ലൂ തരാം. അതുമാത്രം ചെയ്താൽ മതി, നിങ്ങൾ MI ലിസ്റ്റിൽ വിജയിച്ചിരിക്കും. അതിൽ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് MI ലിസ്റ്റിൽ എന്ന് പറയുന്ന ഒരു സ്കീമല്ല. MI ലിസ്റ്റിൽ എന്ന് പറയുന്ന ഒരു ലോട്ടറി ടിക്കറ്റ് അല്ല. MI ലിസ്റ്റിൽ എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. ഇന്ന് ഒരു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് മാസം 10,000 രൂപ വെച്ചിട്ട് വരില്ല. കഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും വരും, പക്ഷെ കഷ്ടപ്പെട്ടില്ലെങ്കിൽ ആർക്കും വരില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കണം, അത് മനസ്സിലാക്കണം, അതിനുശേഷം നമ്മൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. അടുത്തതായിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കല്യാണത്തിന് ഒരു പെൺകുട്ടിക്ക് വരനെ തപ്പുന്നത് പോലെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ടീമിലേക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെഫ്റ്റിലും റൈറ്റിലും ഓരോരോ ആളുകളെ കണ്ടുപിടിക്കേണ്ടത്. അതിൽ ചൂസ് ചെയ്യണം, അത് ഫോക്കസ് ചെയ്യണം. ആ വ്യക്തികളായിരിക്കണം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആ വ്യക്തികളുടെ കഴിവിനനുസരിച്ചിട്ട് നിങ്ങൾ മാറാനും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും റെഡി ആവണം. ആദ്യം തന്നെ
ഫോക്കസ് ചെയ്യേണ്ടത് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. റീറ്റെയിലും അതിനോടൊപ്പം തന്നെ റിക്രൂട്ട്മെന്റും ഈ ബിസിനസ്സിലെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ ബിസിനസ്സിൽ വളരാൻ വേണ്ടത് ഡ്യൂപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ 1ലും ഓർഗനൈസേഷൻ 2ലും നല്ല വ്യക്തികളെ പ്ലേസ്മെന്റ് കൊണ്ടുവരിക. അവരിലൂടെ ഡ്യൂപ്ലിക്കേഷൻ നടക്കും, അതിലൂടെ സക്സസ് ആകും. അടുത്തത് വിജയിക്കാനുള്ളതിൽ നമ്മൾ ചെയ്യുന്നത് റീറ്റെയില്, റീപർച്ചേസ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് റിക്രൂട്ട്മെന്റ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട വിധം ഒന്ന് മാറ്റുക. ആദ്യം നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുക, റീപർച്ചേസ് ചെയ്യുക, ദെൻ റീറ്റെയിൽ ചെയ്യുക. ഇതാണ് വിജയിക്കാനുള്ള അടുത്ത മന്ത്രം. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. അത് നിങ്ങളുടെ ഭർത്താവിനോടൊപ്പം ഉണ്ടാവും, ഭാര്യയോടൊപ്പം ഉണ്ടാവും, അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രവീൺ ചന്ദനോടൊപ്പം ഉണ്ടാവും, അപ്ലൈൻ്റെ കൂടെ ഉണ്ടാവും. എന്നാൽ ഒരേ ഒരു കമ്മിറ്റ്മെന്റ് മാത്രമായിരിക്കണം വേണ്ടത്. എന്നാൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരികയാണ്. അടുത്ത 20 വർഷത്തേക്കിന് MILSന് ഒന്നും ആവത്തില്ല. ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും ആയാൽ, പ്രവീൺ ചന്ദൻ എന്തെങ്കിലും ആയാലും എൻ്റെ മകൻ നിഖിൽ ചന്ദൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. അതുപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അടുത്ത 20 വർഷത്തേക്കിന് ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് എനിക്ക് തരാൻ സാധിക്കുമോ? எல்லாரும் சேர்ந்து ஒரு கமிட்மெண்ட், ஒரு ப்ராமிஸ் எனக்கு கொடுக்க முடியுமா? ஒரு ப்ராமிஸ், ஒரு கமிட்மெண்ட் முடியுமா? 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 பிரவீன் சார், பிரவீன் சார், பிரவீன் சார், பிரவீன் சார், பிரவீன் சார், பிரவீன் சார், நானு என் ஃபேமிலிக்காக, என் ஃபேமிலிக்காக, எனக்காக, எனக்காக, என் லைஃப் ஸ்டைலுக்காக, என் வளர்ச்சிக்காக, என் கஷ்டங்களுக்காக அடுத்த 3 வருஷம் நானு உங்களுக்கு கமிட் பண்றேன். உங்க கூட நிப்பேன். பிளஸ் உங்க கூட நின்று ஒரு மில்லியனராவோ கோட்டீஸ்வரனாவோ முடிச்சிட்டு தான் நானு MI லைஃப் ஸ்டைல் விட்டு போவேன். Thank you friends, thank you very much.